ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മുഴുവൻ എനിക്ക് മൈഗ്രെയിൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ മൈഗ്രെയിൻ എന്താണ്, എൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും പ്രതിവിധികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നോളൂ. സാധാരണ മൈഗ്രെയിൻ വരുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കണ്ണിന് ഇങ്ങനെ ഒരു തുള്ളണ പോലത്തെ ഒരു സംഭവം വരും. ഇങ്ങനെ ചിലപ്പോൾ ചിലത് വട്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ലൈൻ പോലെ ആയിരിക്കും. ആ തുള്ളണ വന്നിട്ട് പിന്നെ അതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ വലിയ വലിയ റൗണ്ട് പോലെയാവും. എന്നിട്ട് ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ കണ്ണിലിങ്ങനെ വലുതായി വരും. ഇങ്ങനെ ഇതേക്കും. അപ്പോൾ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത കണ്ണ് ആകെ ബ്ലാങ്ക് ആയണ പോലെ തോന്നും. അത് കഴിഞ്ഞ് നമുക്ക് ആ തുള്ളലൊക്കെ കഴിഞ്ഞ് കണ്ണിൻ്റെ ആ തുള്ളൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര തലവേദനയായിരിക്കും, സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2-3 ദിവസത്തേക്ക് നമുക്ക് പിന്നെ അനിക്കാനേ പറ്റില്ല. ഭയങ്കര ക്ഷീണം, തളർച്ച, ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തരുമ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഉറക്കത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണോ വന്നതെന്ന് ഇപ്പോൾ അറിയില്ല. ഞാനിപ്പോൾ ഡെയിലി ഈ ഒരു ഗുളിക ഡെയിലി ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വരില്ല എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ സമാധാനപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. ടെൻഷനോ കാര്യങ്ങളോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്തായാലും ചോറ് വാരി കൊടുക്കായിരുന്നു. ആ സമയത്താണ് ഈ തലവേദന വന്നത്. തലവേദന അല്ല, ഫസ്റ്റ് ഇങ്ങനെ കണ്ടിങ്ങനെ ഇതായി വരുമ്പോൾ തന്നെ നമുക്കറിയാം മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ തന്നെ ഞാൻ വേഗം രാത്രി ആയതുകൊണ്ട് രാത്രി കഴിക്കുന്ന ഗുളിക, അപ്പോൾ ഈ ഗുളിക വേഗം എടുത്ത് കഴിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഈ വട്ടം പോയപ്പോൾ ഈ സ്ട്രിപ്പ് തന്നാണ്. ഇതിൻ്റെ ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവമാണ്. ഇത് നമുക്ക് നാവിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോയിക്കും. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല കുറവുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിച്ചു രാത്രി. ഇതും കൂടി കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ കിടന്നുറങ്ങിയത്. അപ്പോൾ ഉറങ്ങുമ്പോഴും കണ്ണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷേ ഛർദിക്ക് കുറവുണ്ടായിരുന്നു. മറ്റേത് ഭയങ്കര ഛർദി, രാത്രി മുഴുവൻ ഛർദിക്കലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഛർദിക്ക് നല്ല കുറവുണ്ടായിരുന്നു. പക്ഷെ നേരം വെളുത്തപ്പോഴും ഈ തലവേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു. ഭയങ്കര തലവേദന, തല നനക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഇന്നലെയും ലീവ്, പിന്നെയും ജോലിക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തീരെ കുറവുണ്ടായിരുന്നു. പിന്നെ നല്ല തലവേദന വരുമ്പോൾ കഴിക്കാൻ വേണ്ടി ഈ ഒരു ഗുളിക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അത്യാവശ്യം വില, 2 ഗുളികയ്ക്ക് തന്നെ ഒരു 178 2 വില വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത് കഴിച്ചു. ഇത് കഴിച്ചിട്ട് പിന്നെ ഞാൻ കടുപ്പ് കിടന്നാണ് കാലത്ത്. പിന്നെ ഞാൻ എണീറ്റത് 3:30-4 മണിക്കായി. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ സംഭവം എനിക്കിപ്പോൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചിലർ പറയുന്നുണ്ട് ആയുർവേദത്തിൽ നല്ലതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ്, ആ ഡോക്ടർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും എന്തെങ്കിലും ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ കാലിന്മേൽ എന്തോ പച്ചമരുന്നൊക്കെ കെട്ടി വെച്ചിട്ട് മാറിയവരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ അങ്ങനത്തെ വല്ല വൈദ്യരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഇത് വീഡിയോ ആയിട്ട് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിയൊരു പ്രശ്നമാണ് ഈ മൈഗ്രെയിൻ. അപ്പോൾ അതിനെന്തെങ്കിലും പ്രതിവിധി നിങ്ങളായിട്ട് ആരെങ്കിലും പറഞ്ഞു തരാണെങ്കിൽ നല്ല ഉപകാരം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.